നമസ്കാരം. ആലപ്പുഴയിലാണ് ഉള്ളത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ആലപ്പുഴേൻ്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതിനെ കുറിച്ചിട്ട് ആദ്യം തന്നെ പറയാം. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ താമസിക്കുന്നത്. നമുക്ക് ആദ്യം അതിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് ബീച്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ പോവാം. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇന്നെന്തോ ഭാഗ്യത്തിന് നേരത്തെ തന്നെ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് എത്തി അല്ലേ? നമ്മൾ ധൻബാദ്, ജാർഖണ്ഡിലാണ് ധൻബാദ് നിന്ന് ആലപ്പുഴയ്ക്ക് വരുന്ന ഒരു ട്രെയിൻ ഉണ്ട്. അങ്ങനെ കാണുന്നത് അതാണ് ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടുന്ന ഏറ്റവും ദീർഘമായ വണ്ടി. ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടുന്നത്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് മുമ്പ് എത്തിയേ ഉള്ളൂ വണ്ടി. അതെ. അപ്പം അങ്ങനെ കുറച്ച് 2-3 വണ്ടികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇതിലേക്കൂടെ നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഒരു റോഡൊക്കെ ഉണ്ട്. ആദ്യം അങ്ങോട്ടല്ല പോകേണ്ടത്. നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലെ ഭാഗത്താണ് നമ്മുടെ ആ ഒരു താമസിക്കുന്ന റൂമൊക്കെ വരുന്നത്. ആ റെയിൽവേൻ്റെ റിട്ടയറിങ് റൂമൊന്നും അല്ല, നോർമലി ഒരു ഹോട്ടൽ, അത് അവിടെ തന്നെയാണ് ഉള്ളത്. ഇവിടെ തന്നെ ഇത് ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെയിം ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. ആലപ്പുഴ ഇവിടെ തന്നെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ്. ഇപ്പോൾ 3:45, ഇത് 3:50 ഇവിടുന്ന് പുറപ്പെടും. ഇവിടെയാണിതാ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ഇപ്പോൾ വന്നത്. അതിൻ്റെ അങ്ങ് അവിടെ വേറൊരു മെമുവും കൂടി ഉണ്ട്. ഈ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ വർക്കൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ എന്തൊക്കെയോ വർക്കാണ് ഈ ഒരു ഭാഗത്തൊക്കെ കാണുന്നത്. ഇത് വേറെ ഏതോ ഒരു വണ്ടീൻ്റെ അനൗൺസ്മെൻറ്റാണ്. നമ്മൾ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്, 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഓപ്പോസിറ്റിനായിട്ടുള്ള റെയിൽവ്യൂ റൂംസ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഇവിടെ. ഇനിയിപ്പം ഞങ്ങൾ എടുത്തിട്ടുള്ള റൂമൊക്കെ കാണട്ടെ. നമുക്കിനി നേരെ ഇതിൻ്റെ അകത്തോട്ട് പോവാം. ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള ഇവിടുത്തെ മുറി. നല്ല അടിപൊളി ബെഡാണ്. പിന്നെ ഇവിടുത്തെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ കാണണ്ടേ. ഇവിടെ നല്ല വലിയൊരു മിററുണ്ട്. ഇതാ നല്ലൊരു മിറർ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ TV ഉണ്ട്, ചെയറുണ്ട്, നമ്മുടെ ലഗേജൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഷെൽഫുണ്ട്. പിന്നെ ഇതിൻ്റെ ടോയ്ലറ്റും ബാത്റൂമൊക്കെ കാണണ്ടേ. ഇവിടെ ഇതിൻ്റെ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നല്ല അടിപൊളി നീറ്റ് ടോയ്ലറ്റും ബാത്റൂമൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ചൂടുവെള്ളം ആക്കേണ്ട സംവിധാനം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് AC റൂമല്ല, പക്ഷേ AC ഒക്കെ ഉണ്ട്. AC-ന്റെ ആവശ്യം വരുന്നില്ല അല്ലേ നവി? അല്ല, AC റൂം ആണെങ്കിൽ നോൺ AC ആയാലും AC ആയാലും എല്ലാം ഈ റൂം തന്നെയാണ്. നമുക്ക് AC വേണമെങ്കിൽ നമുക്ക് അതിന്റെ പൈസ കൊടുത്തെടുക്കാം. ഞങ്ങൾ എടുത്തത് നോൺ AC ആണ്. അതുപോലെ തന്നെ ആലപ്പുഴ ആയതുകൊണ്ട് ഇവിടെ എന്താ പറയാ, അത്യാവശ്യം കൊതുക് ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊതുകിന്റെ സംഭവങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു ഫാൻ ഉണ്ട്. ഈ ഫാൻ നല്ല കറക്കമുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. ഈ ഒരു കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇതാണ് കാണുന്നത്. അവിടെ ഇതാ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് അതാ അവിടെ. അതിപ്പോൾ പുറപ്പെടും. 50 അത് പുറപ്പെട്ടിട്ടില്ലല്ലോ. ഇന്ന് ലേറ്റാന്ന് തോന്നുന്നു വണ്ടി. അപ്പോൾ ഈ ഒരു റൂം നമുക്ക് എത്ര പൈസക്ക് കിട്ടിയെന്ന് നിങ്ങൾ അന്ന് ആദ്യം പറയണ്ടേ? എത്ര പൈസക്ക് നമുക്കിവിടെ വന്നിട്ട് റൂമൊക്കെ വേണമെങ്കിൽ ചോദിച്ചിട്ടെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ ഈ റൂമിന് പുറമെ, ഇത് ഡബിൾ ബെഡ്റൂം ആണ്, റൂമിന് പുറമെ AC ഡോർമെട്രി ഉണ്ട്. അതുപോലെ തന്നെ നോൺ AC ഡോർമെട്രി ഉണ്ട്. നോൺ AC ഡോർമെട്രീന്റെ റേറ്റ് പറയുകയാണെങ്കിൽ 300 വരുന്നത്. അപ്പം ഞങ്ങൾ അത് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങൾക്ക് എന്താ പറയാ, വലിയൊരു പ്രൈവസി തോന്നിയില്ല. ഞങ്ങൾക്ക് അത് ഒരു ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ നോൺ AC ഡോർമെട്രി നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് നല്ലൊരു കോസ്റ്റ്ലിയാണ്. അതിന് ഭേദം നമുക്ക് എന്തായാലും പിന്നെ ഡബിൾ ബെഡ്റൂം തന്നെ എടുക്കാന്ന് കരുതിയിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ ഇതിന് ഞങ്ങൾ ഓൺലൈൻ വഴി എടുത്തിട്ടുണ്ടായത്. ഓഫ്ലൈൻ എടുക്കുക. ഞങ്ങൾ ഓൺലൈൻ വഴി 1100 രൂപക്കാണ് ഇവിടെ എടുത്തത്. അപ്പം നാളെ ഒരു 11 മണി വരെ നമുക്ക് ഇതിന്റെ ഒരു ടൈം ഉണ്ട്. അതെ. പിന്നെ അങ്ങനെ ആലപ്പുഴയിൽ ഒരു നല്ലൊരു കണ്ടിട്ട് തന്നെ നല്ലൊരു രസമില്ല, നല്ലൊരു റൂം തന്നെയാണ് കിട്ടിയത്. കാരണം ഇതിന്റെ പുറത്ത് തന്നെ ഒരുപാട് ഹോം സ്റ്റേകളും ഈ ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ പോയി നോക്കി. കാരണം ഇതിന്റെ പുറത്ത് തന്നെ ഉണ്ട് കുറേ സംഭവമൊക്കെ. 1500-2000 ഒക്കെയാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല അവിടെ. സംഭവം എന്താ വെച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. നേരെ പോയി ഞാനും അതിന് പോയി ചോദിച്ചപ്പോൾ 1500 രൂപ വെറുതെ സംഭവം അവിടെ ഇല്ല തന്നെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളത് ഒഴിവാക്കി. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ എടുക്കാൻ കാരണം KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്തൊക്കെ ഉണ്ട് ഒരു 600-700 രൂപ റൂം ഉണ്ട്. ഇവിടെ എടുക്കാൻ കാരണം വെച്ചാൽ ഇവിടെ തന്നെ പുറത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ട്. നമുക്ക് ഈ ബീച്ചൊക്കെ അടുത്താണ്, ദൂരം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മൾ പോകുന്ന നേരെ ബീച്ച് ഒരു ഭാഗത്തൊക്കെയാണ് പോകുന്നത്. കാരണം ആലപ്പുഴ ബീച്ച് ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. ഇതൊന്ന് കാണണമല്ലോ. നേരെ ഇറങ്ങിയേക്കാല്ലേ. പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ തന്നെ ക്ലോക്ക് റൂമിന്റെ സൗകര്യമൊക്കെ ഉണ്ട്. നമ്മുടെ ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സൂക്ഷിക്കാം. അതുപോലെ തന്നെ ഇവിടെ തന്നെ പെയ്ഡ് വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട്. ഇവിടെ റിട്ടയർ റൂം ഓപ്പൺ ആണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ല, കാരണം ഫുള്ളായതുകൊണ്ട് ഓഫ്ലൈനാണ്. ഡബിൾ ബെഡ്റൂമിന് 24 മണിക്കൂർ, രാവിലെ 8 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ 600 രൂപ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മുൻഭാഗം ഇതാണ്. ഇവിടെ ഇത് ആലപ്പുഴ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഇവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പൊക്കെ ഉള്ളത്. നമുക്ക് ബോട്ട് ജെട്ടിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ബസ് അവൈലബിൾ ആണ്.
പാർക്കിംഗ് ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടാക്സി ഇവിടുന്ന് കിട്ടും. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ ATM ഒക്കെ ഉണ്ട്. ഇവിടെ ടോട്ടലി ഇപ്പോൾ ഇത്രയും ബസ് ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ റെൻറ്റ് ബൈക്കൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട്. കണ്ടതാ, റെൻ്റ് ബൈക്ക്, 2 വീലറൊക്കെ ഇവിടെ നിങ്ങൾക്ക് റെൻ്റായിട്ട് എടുത്തിട്ട് പോകണമെങ്കിൽ പോവാം. പിന്നെ ഓട്ടോ സ്റ്റാൻഡും ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം എന്താ പറയുക, കണക്ടിവിറ്റിയാണ്. പിന്നെ ഇവിടെ തന്നെ പുറത്തന്നെ ഒരുപാട് ഹോട്ടൽസൊക്കെ ഉണ്ട്, റെസ്റ്റോറൻ്റ് ആയാലും ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു ബസ്സില്ലേ, ഇത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ബസ്സാണ്. ഞങ്ങൾ നേരത്തെ പെയ്ഡ് AC വെയിറ്റിംഗ് ഹാൾ ഉണ്ട് പറഞ്ഞില്ലേ, 1 മണിക്കൂറിന് 30 രൂപയാണ്. ഇവിടെ തന്നെ ഒരുപാട് നോൺ വെജും വെജായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് മാറണം. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തേ കൂടെ തന്നെയാണ് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസൊക്കെ പോകുന്നത്. നടന്നു വരുന്ന വഴി ഇതാണ്. അതിലൂടെ റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. ബസ്സുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ഇനിയിപ്പോൾ നമുക്കിനി പോകേണ്ടത് നേരെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ആ ബസ് പോകുന്ന അല്ല ബസ് ഇങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ടല്ല, നേരെ അങ്ങോട്ട് എല്ലാം റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് മുറിച്ച് കിടക്കണം. ഈ ബസ് വരുന്നുമില്ല. രണ്ട് ബസ്സുകൾ ഇപ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരും. ഇവിടെ ഇതൊരു ബോർഡുണ്ട്, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു ലെവൽ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പം വണ്ടിയൊന്നും വരാനില്ല, നേത്രാവതി പോയി, അവിടെ റെഡ് സിഗ്നലാണ്. എന്നാലും നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നോക്കണമല്ലോ നമ്മുടെ ഒരു സേഫ്റ്റിക്ക്. ഇനിയിപ്പം നേരെ ബീച്ച്, നമുക്കിവിടെ നിന്ന് തന്നെ ആലപ്പുഴ ബൈപ്പാസൊക്കെ കാണാം. കുറച്ചും കൂടെ അങ്ങെത്തട്ടെ. ഇതാണ് ബൈപ്പാസ്. അതിൻ്റെ നേരെ മുന്നിൽ തന്നെയുള്ളത് തന്നെയാണ് ബീച്ചും. എല്ലാം അടുത്തടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. ഈ ബൈപ്പാസ് എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഈ ബൈപ്പാസ് ഉള്ള ഇവിടുന്ന് തന്നെ നേരെ ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ഒരു ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോകും. പിന്നെ അങ്ങ് അവിടെയാണ് പൈൻ ഫോറസ്റ്റ് ഉള്ളത്. നമുക്ക് ആദ്യം അവിടത്തോട്ട് പോകാം, കാരണം അധികം ഇരുട്ട് വന്നാൽ പിന്നെ അതിൻ്റെ കാഴ്ചകൾ പിന്നെ നിങ്ങൾക്ക് അധികം വ്യക്തതയോടെ കാണാൻ പറ്റില്ല. ഈ ഒരു ബൈപ്പാസ് ടോട്ടലി 2 ലൈൻ ഇതാണ്, റോഡാണല്ലോ. അതായത് ഇതിൻ്റെ ഇനിയിപ്പോൾ ഒന്നും കൂടെ ഇവിടെ ബൈപ്പാസിൻ്റെ ആ ഒരു ഇത് വരുന്നുണ്ട്. കാരണം ഒരു ഭാഗത്തേക്ക് പോകുന്നത് തന്നെ 2 ലൈൻ, ഇങ്ങോട്ട് പോകുന്നതും 2 ലൈൻ, ടോട്ടലി 4 വരി പാതയാക്കുന്ന ഒരു പണിയാകാം അല്ലേ നവി? അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കാം അല്ലേ? ആയിരിക്കാം, കാരണം അത്ര രീതിയല്ല ഇപ്പോൾ കേരളത്തിൽ എല്ലാ രീതിയിൽ റോഡ് വികസിക്കുന്നുണ്ടല്ലോ, അപ്പം അതിൻ്റെ തന്നെ ആയിരിക്കാം. അതെ അതെ, ഭാവിയിൽ പെട്ടെന്ന് തന്നെ ആവട്ടെ നമുക്ക് കരുതാം. നമുക്ക് ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പൈൻ ഫോറസ്റ്റിലേക്ക് പോകാം. പിന്നെ ലൈറ്റ് ഹൗസൊക്കെ ഉണ്ട്. ലൈറ്റ് ഹൗസൊക്കെ അങ്ങ് അവിടെയാണ്. അതൊക്കെ നമുക്ക് അവസാനം പോവാം, അത് നേരെ ഇങ്ങോട്ട് പോവാം. ഈ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ അതിലൂടെ കയറണമെങ്കിൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, പക്ഷെ അതിപ്പോൾ അവിടെ ലോക്കായിട്ടാണ് ഉള്ളത്. അതിലൂടെ ആരും കയറുന്നതും കാണുന്നില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ ഈ ഒരു പൈൻ ഫോറസ്റ്റ് പുറത്തുനിന്ന് കാണാമെന്ന് തീരുമാനിച്ചു. ഇവിടെ ഇരിക്കേണ്ട എന്താ പറയുക, ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു പാർക്കൊക്കെ ഉണ്ട്. നല്ല തണലാണ് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് തന്നെ ചെറിയ ചെറിയ ടീ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് ചായയോ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇങ്ങനെ ഇവിടെ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഇനിയിപ്പോൾ നേരെ ആ ഒരു ഭാഗത്തോട്ട് പോകാം നമുക്ക്, അല്ലെങ്കിൽ ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുന്ന എപ്പോഴേ. ബീച്ചല്ല, നമുക്ക് ആ മെയിൻ കൂടുതൽ ആൾക്കാരില്ലത് ആ ഒരു ഭാഗത്തായില്ലേ, അവിടെയാണ്. അങ്ങോട്ടേക്ക് തന്നെ പോവാം. ഇനി കുറച്ച് നേരം കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് തന്നെയാണ് ഇവിടെ വരേണ്ടത്. കാരണം ഇപ്പോൾ സമയം ഒരു 4:30 കഴിഞ്ഞു. അധികം വലിയ എന്താ പറയുക, വെയിലൊന്നുമില്ല. കൂടുതൽ ആൾക്കാർ ആ ഒരു ഭാഗത്താണ്. ഇവിടെ മൊത്തം വെള്ളമായി, അവിടെയാണ് കൂടുതൽ ആൾക്കാർ. പിന്നെ നല്ല കാറ്റുണ്ടാവും. കടലിൻ്റെ ഇവിടെ വന്നിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഈ വരുന്നത് വലിയ തിരയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ആലപ്പുഴയെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ആലപ്പുഴയിലേക്ക് ദിനം പ്രതി ഇഷ്ടക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിലുള്ളവരല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ളവർ. ഇപ്പം നമ്മളിപ്പോൾ വന്ന റെയിൽവേ സ്റ്റേഷനിൽ തന്നെ
ഇഷ്ടംപോലെ ആൾക്കാർ കുടുംബസമേതാണ് വരുന്നത്, അതായത് വിദേശികൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അതെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ആലപ്പുഴയിൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ ബോട്ട്, അതായത് ജലഗതാഗതം ആയാൽ തന്നെ നമ്മുടെ ഹൗസ് ബോട്ട്, നമ്മുടെ ഈ ഒരു ആലപ്പുഴ ബീച്ചിൻ്റെ ഈ ഒരു ഭാഗം, ഒരുപാട് ഒട്ടനവധി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ കാണാൻ. അതൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണ്ടേ. ഇപ്പം നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അതൊക്കെയാണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അതാ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന് പുറത്തുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഹെൽപ്ഫുൾ അല്ലേ അത്. അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയും അതുപോലെ തന്നെ കേരളവും എല്ലാം എന്താ പറയുക, ടൂറിസത്തിൽ വളരെയധികം എന്താ പറയുക ഒരുപാട് മാറ്റം വരും. തീർച്ചയായും. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഈ ഹിമാചൽ പ്രദേശെല്ലാം പോയി കഴിഞ്ഞാൽ, ഹിമാചൽ പ്രദേശ് ഒക്കെ പറഞ്ഞാൽ എന്താ പറയുക, കാശ്മീരെല്ലാം ടൂറിസം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളാണ്. അതെ അതെ. ഈ കാശ്മീർ എന്ന് പറഞ്ഞത് ഞാനിങ്ങനെ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാൽ ജമ്മു ആ ഒരു ഭാഗമല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ ശ്രീനഗർ ഭാഗമല്ല. ഇപ്പൊ ടൂറിസ്റ്റുകൾ വരുന്നത് മാത്രം നോക്കി നിൽക്കുന്നവർ, അത് മാത്രം ആശ്രയിക്കുന്നവരുണ്ട് അവിടെ. അതായത് ഈ നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ഇപ്പോൾ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് ഇവിടെയുള്ള ഒരു ആൾക്കാർക്കാണ്. കാരണം അവർക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടത്തോട്ട് വേണമെങ്കിൽ ആൾക്കാർ വരും. അതെ അതെ അതെ, തീർച്ചയായും. അങ്ങനത്തെ കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ആലപ്പുഴ പൈതൃക പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു ബോർഡുണ്ട്. ഇവിടെ ഒരു വലിയൊരു കപ്പലുണ്ട്, അത് ഇന്ത്യൻ നേവീൻ്റെയാണ്. അതായത് ഇന്ത്യൻ നേവീൻ്റെ അതിവേഗ യുദ്ധക്കപ്പലാണിത്. അതിനെ പറ്റിയിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇതൊരു മെയിൻ അട്രാക്ഷനാണ് ഇവിടുത്തെ. പണ്ട് എന്താ പറയുക, വിറപ്പിച്ച ഒരു യുദ്ധക്കപ്പലാണിത്. പിന്നെ അതിൻ്റെ ഒരു കാല ശേഷം അതിൻ്റെ അകത്തിപ്പോൾ എഞ്ചിനൊന്നും ഉണ്ടാവില്ല, അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടാവും. ഒട്ടുമിക്ക എല്ലാ ബീച്ചിലും ഇങ്ങനത്തെ ഒരു നിർമ്മിതിയൊക്കെ ഉണ്ടാവും. കാരണം പഴയ നേവീൻ്റെ ഒക്കെ, നമ്മുടെ തിരുവനന്തപുരത്ത് ശംഖുമുഖത്തായാലും നേവീൻ്റെ ഒരു ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു അതിവേഗ യുദ്ധക്കപ്പലാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ആ താഴെ ഭാഗത്ത് തന്നെ നല്ല ഈ ഒരു വെയിലാണല്ലോ, അതിനൊക്കെ നല്ല തണൽ. ആ ഒരു ഭാഗത്ത് കുറേ പട്ടികളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ തന്നെ ചെറിയൊരു വേറൊരു ഡിസ്ക്രിപ്ഷനും കൂടി ഉണ്ട്, മുന്നറിയിപ്പ്. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ അതിൻ്റെ ആ ഭാഗത്ത് തന്നെ കണ്ടതാ എത്ര വെള്ളക്കുപ്പികൾ, ഇതാ മദ്യക്കുപ്പികളൊക്കെ ഉണ്ട് തോന്നല അതിൻ്റെ അകത്ത്. അത് പിന്നെ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ഈ സാമൂഹിക വിരുദ്ധരും ഉണ്ടാവും. പിന്നെ ഈ നമ്മൾ എന്തെങ്കിലും നല്ലൊരു എന്ത് പറയുക ഇങ്ങനത്തെ മോനുമെന്റ്സ് വെച്ച് കഴിഞ്ഞാലും അത് വികൃതമാക്കാൻ നമ്മളൊരു ടെൻഡൻസിയാണ്. അതെ അതെ, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെയൊക്കെ വരൂ. ആ ഒരു ബൈപ്പാസിൻ്റെ വർക്ക് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കേണ്ടതാ. ക്രെയിൻ ഉപയോഗിച്ച് ആ വലിയൊരു ഇത് അങ്ങോട്ട് മാറ്റുക. കുറേ ടൈം എടുക്കും അത്. നമുക്കിനി ലൈറ്റ് ഹൗസ് ഉള്ള ഒരു ഭാഗത്തേക്ക് പോവാം. അടുത്തൊരു റെയിൽവേ ക്രോസിങ് ഇട്ടിരിക്കുകയാണ്, വണ്ടിയിൽ നിന്ന് വരാനില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. എന്നാലും നമ്മൾ നോക്കിപ്പോവും. ഇവിടെയാണ് ലൈറ്റ് ഹൗസ്. ഇതുപോലെ എത്ര ആൾക്കാരാന്ന് നോക്കിയേ. ആലപ്പുഴ ലൈറ്റ് ഹൗസ്. ഇവിടെ പ്രവേശനത്തിന് സമയം ഇത് പ്രൈസൊക്കെ ഉണ്ട് കേട്ടാ. ഇതിൻ്റെ ഇതാ ആലപ്പുഴ ലൈറ്റ് ഹൗസ് സന്ദർശനം രാവിലെ 9 മണി മുതൽ 11:45 വരെ, ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:30 വരെയും. അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് പ്രൈസ് ആവുന്നത് 20 രൂപ. പിന്നെ നമ്മുടെ വിദേശ പൗരന്മാർക്ക് 50 രൂപ. തിങ്കളാഴ്ച അവധിയാണ്. അപ്പം ഡയറക്റ്റ് നേരെ തന്നെ കയറി പോവാം. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 20, 40 ആയുള്ളൂ. പിന്നെ ഞങ്ങൾ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് 10 രൂപയാണ്. ടോട്ടൽ 50 രൂപയായി. ഇനിയിപ്പോൾ നമുക്ക് ഈ കാണുന്ന ലൈറ്റ് ഹൗസിൻ്റെ മുകളിലോട്ട് കയറാം. ഇനി ഇവിടുത്തെ ഒരു കാഴ്ച പറഞ്ഞാൽ ഇതാണ്, നല്ല അടിപൊളിയാണ്. നല്ല രീതിയിൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ പരമാവധി കുറവാണ്, അതിൻ്റെ മേലെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് വരുന്നത്. ഇവിടെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ ആദ്യം കണ്ടതിന് ശേഷം നമുക്ക് മുകളിലോട്ട് നടന്നു പോകാം. ഇവിടെ ചെറിയൊരു ആനയൊക്കെ ഉണ്ട്, കണ്ടത് സ്റ്റാച്ചു ആണ്, നല്ല രസമില്ലേ. പിന്നെ ഇവിടെ ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കേണ്ട ചെറിയൊരു പാർക്ക്. അവിടെയാണ് ആ ഒരു ലൈറ്റ് ഹൗസൊക്കെ ഉള്ളത്. അവിടെ എൻ്റെ ഉദ്ഘാടന കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു എഴുതിയിട്ടുള്ളത്. അതുതന്നെ ആവും, നമുക്കെന്തായാലും നോക്കാം. അത്
നല്ലൊരു വൃത്തിയൊക്കെ ഉണ്ട് എല്ലാ ഭാഗത്തും. ഇതതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ചെരുപ്പ് ഇവിടെ എവിടെയെങ്കിലും വെക്കണം. തൽക്കാലം ഇവിടെ ഒരു വെക്കാം. ഇവിടെ ഒരു വെച്ചിട്ട് ഇതുവഴി കയറാം. ഇതിൻ്റെ മേലെ കൂടെ നേരെ കാണാൻ പറ്റില്ല. ഇത് കൊച്ചിൻ ലൈറ്റ് ഹൗസ് ഡിസ്ട്രിക്ട്, അതിൻ്റെ ഒരു മാപ്പാണ്. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ ഇതൊക്കെ വരുന്നത്, ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളാണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. ഒരു ആലപ്പി ലൈറ്റ് ഹൗസിൻ്റെ അതായത് അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ സവിശേഷത, എത്ര സ്ക്വയർ, അങ്ങനത്തെ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മൊത്തം ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇതുവഴി നേരെ വളഞ്ഞ് ഒരുപാട് കയറാനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിലോട്ട് കയറി പോകുന്നത്. അത് ഫസ്റ്റ് ടൈം അല്ലേ? ഇതിന് മുമ്പ് കയറിയിട്ടുണ്ടോ? ഇങ്ങനെ കയറി ഇവിടേക്ക് ഇങ്ങനെ സ്ഥലമുണ്ട്, പക്ഷെ അവിടെ നമുക്ക് നിൽക്കാനോ ഇരിക്കാനൊന്നും പറ്റില്ല. ഇപ്പം മേലെ ആരും ഇല്ലാന്ന് തോന്നുന്നില്ല, എല്ലാവരും ഇറങ്ങിപ്പോയല്ലേ. അത്രേ ഉണ്ടാവുള്ളൂ. എന്നാലും വലിയ തിരക്കില്ലാതെ നിന്നാൽ മതി. അധികം വെയിലില്ലാത്ത സമയത്ത് വരുന്ന ഏറ്റവും നല്ലത് കേട്ടോ. ഞങ്ങൾ വന്ന് ഈ ഒരു സമയത്ത് തന്നെ വരും. ഇപ്പം കറക്റ്റ് 5 മണി, അരമണിക്കൂർ കൂടെ ഇനിയിപ്പോൾ ഇത് ഉള്ളൂ, ഇതിൻ്റെ പ്രവേശനമുള്ളൂ. ആ സമയമാകുമ്പോൾ നമുക്ക് വെള്ളം കയറി വരാം. ഒറ്റടിക്ക് കയറണ്ട, നല്ല രീതിയിലുള്ള കഥപ്പുണ്ടാവും അല്ലേ? അതാണ് നമ്മൾ ഒറ്റ നടന്നത് ഇവിടെ വരെ. ഇത്രയും നേരം ഇതിലൂടെയാണ് കയറിയത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലോട്ട് കയറുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വഴി കയറണം. നേരെ നവീത കയറുന്നുണ്ട്, അതിൻ്റെ ഞാനും കയറാം. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഞങ്ങളാ നടന്നു വന്ന വഴിയാണത്, അതിലൂടെയാണ് വന്നത്. അതുപോലെ തന്നെ നമ്മളെ ബൈപ്പാസില്ലേ ആലപ്പുഴ, അതുവഴി നേരെ പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ നടന്ന ആ ഒരു ബീച്ച്, അവിടെ നിന്നൊക്കെയാണ് നമ്മൾ വന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നത്. ഇവിടെ നല്ലൊരു വ്യൂ ആണ്. പിന്നെ ഇതിലൂടെ തന്നെയാണ് റെയിൽവേ ട്രാക്ക് പോകുന്നത്. അങ്ങ് അവിടെ ഒരു പൂളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടർഫും കൂടി ഉണ്ട്, ഒരു ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു ടർഫ്. നമ്മളൊരു ട്രെയിൻ കണ്ടിട്ടുണ്ട്, ആ ട്രെയിന് വേണ്ടി വെയിറ്റിംഗ് ആണല്ലേ? നമ്മുടെ എറണാകുളം ആലപ്പുഴ പാസഞ്ചർ എക്സ്പ്രസ് സ്പെഷ്യൽ ഉണ്ട്, അത് വരാനുണ്ട്. അതിപ്പം കലവൂർ ഹോൾട്ട് കഴിഞ്ഞ് ഒരു 8 കിലോമീറ്റർ ഉണ്ട് ആലപ്പുഴക്ക്. ഒരു 10 മിനിറ്റ് കൊണ്ട് വരുമായിരിക്കും അല്ലേ? 5:30 ഇത് ക്ലോസ് ചെയ്യുന്നത്, ഒരു 5:17 കാണിക്കുന്നത്. ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ഇവിടുന്ന് കിട്ടുമായിരുന്നു. ഇവിടുന്ന് കിട്ടും. നോക്കി ഈ ഒരു വ്യൂ ഇവിടുന്ന് കിട്ടുന്ന അതുവഴിയാണ് ട്രാക്ക് വരുന്നത്. റെയിൽവേ ട്രാക്ക് അങ്ങ് അതിലൂടെയാണ്. എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറി നല്ലൊരു വ്യൂ തന്നെ കിട്ടി. കാരണം ഈ ഒരു സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. നമുക്ക് നല്ല രീതിയിൽ ചിത്രീകരിക്കാം. അല്ലെങ്കിൽ ആൾക്കാർ കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല, അതാണ് മെയിൻ പ്രശ്നം. ഒച്ചപ്പാടും പിന്നെ അതിന് ഓർമ്മ ഇവിടെ ഭയങ്കര കാറ്റാണ്. അതെ കാറ്റാണ്. പിന്നെ ഇവിടെ സോളാറിൻ്റെ ഇതൊക്കെ ഉണ്ട്. കാരണം ഇതിൻ്റെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആയിരിക്കാം. അതിൻ്റെ ഇപ്പോൾ ഉള്ളത് ഏറ്റവും ടോപ്പിലാണ്. നമുക്ക് ആ ഒരു ഭാഗത്തേക്കും കൂടെ പോകട്ടെ, കാരണം അവിടെ കുറച്ച് ബോട്ടുകളൊക്കെ അല്ലേ. ആ ഗവൺമെന്റ് വണ്ടികൾ അവിടെ വരെ വരുമോ? ബോട്ടുകളൊക്കെ അവിടെ? അത് ബോട്ട് കെട്ടി, അത് കുറച്ച് പോകാനുണ്ട്. അത് KSRTC സ്റ്റാൻഡിന്റെ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു. ആലപ്പുഴ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല. ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടു തീരില്ല, അത്രയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആലപ്പുഴ ലൈറ്റ് ഹൗസ് കാണുന്നൊരു കാഴ്ചയാണ് എറണാകുളം ആലപ്പുഴ എക്സ്പ്രസ്. ഇനിയിപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ഇവിടെ നിന്നൊക്കെ നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങുവാണ്. കാരണം ഏകദേശം ഇനി അധികം ആൾക്കാരൊന്നും വരില്ല. ടൈം ഏകദേശം ആവാനേ 5:20. ആ ട്രെയിൻ കിട്ടിയല്ലോ, അതന്നെ ഏറ്റവും വലിയ ഭാഗ്യം. നമുക്ക് എന്താ പറഞ്ഞാൽ മേലെ എത്തിക്കഴിഞ്ഞാൽ ഒരു ട്രെയിൻ കിട്ടണമെന്ന് മാത്രം വിചാരിച്ചു വന്നാ. ഇനിയിപ്പോഴും ട്രെയിൻ ഇല്ലെന്നാലും ഇനിയിപ്പോൾ ഏറനാട് വരും ഇത് എന്താ പറയുക ക്ലോസ് ചെയ്യും. പിന്നെ നല്ല ഇരുട്ടും വരും, പിന്നെ കാണൂലല്ലോ. അതെ, ഞങ്ങൾ ആ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്നൊക്കെ ഇറങ്ങി. നേരത്തെ കാണിച്ചില്ല അതിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു ഇത് കാണാന്ന്. ഇത് മുഴുവനും പായലാണ്, കണ്ടതാ ഇങ്ങനെ നീണ്ടു കിടക്കേണ്ടത്. അല്ല ഇവിടെ ഈ ഒരു
പാലത്തിൻ്റെ പണി നടക്കുകയാണ്, വണ്ടികളൊന്നും പോവില്ല. ഇവിടെ അങ്ങോട്ടുണ്ട്, ഇതാ ഒരു അതിൻ്റെയും വർക്കാണ്. ഇവിടുത്തോട്ട് ബോട്ട് വരില്ല ഈ ഒരു ഭാഗത്തേക്ക്. പക്ഷെ അങ്ങോട്ടേക്ക് വെള്ളം കാണുന്നുണ്ട്, ഇങ്ങോട്ടാണെങ്കിൽ പായൽ മൊത്തം നടന്നിട്ടല്ലേ, മൊത്തം പായൽ മാത്രം. നമ്മളിനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഈ ഒരു ഭാഗമൊക്കെ ഉണ്ട്, ഈ ഒരു മഴക്കാലമൊക്കെ വരുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെള്ളം കയറൂലേ? അല്ല, വെള്ളം കയറൂലേ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടല്ല, ഇവിടെ താമസിക്കുന്നവരും നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യുക. കാരണം കുട്ടനാടിൻ്റെ പല ഭാഗങ്ങളും വെള്ളത്തിലാവുന്ന ഒരു കാഴ്ചകളൊക്കെ നമ്മളിപ്പോഴും വാർത്തയിൽ കാണാറുണ്ട്. കാരണം നമ്മളിവിടെ ആ സമയത്ത് നേരിട്ട് വന്നിട്ടില്ല. ഈ ഒരു ഭാഗത്തെല്ലാം കാഴ്ച എന്താണെന്നല്ല ഇവിടെ ഉള്ളവരോട് തന്നെ ചോദിച്ചറിയണമല്ലോ. അതെ, ആലപ്പുഴയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അപ്പം നമുക്ക് എന്തും അതൊക്കെ നമ്മളോട് ഷെയർ ചെയ്യണമല്ലോ. തീർച്ചയായും. ഇനിയിപ്പോൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്റർ ഉണ്ട്. ഈ ഒരു പായൽ കാരണം ഇവിടുത്തെ വെള്ളം വിസിബിൾ ആവുന്നില്ല. വേണ്ടതാ, നല്ല വെള്ളമുണ്ട്. ഇതിൻ്റെ അകത്ത് നോക്കി സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും വെള്ളമുണ്ട് തന്നെ. നമ്മുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനിൽ നമുക്ക് നേരെ ഇങ്ങനെ പോയി നേരെ ഇങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷേ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് നേരെ ഇതുവഴി, ഇതൊരു പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴിയാണ്. കണ്ടതാ, റോഡ് നേരെ ഇങ്ങോട്ടാണ്. അതാണ് ശരിക്കും എല്ലാം ഗൂഗിൾ മാപ്പിന് തന്നെ നോക്കി പോയിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടും. പിന്നെ എനിക്കൊന്ന് കുറച്ച് നാളുകൾക്ക് മുന്നേ ജീവൻ നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായി. നമ്മുടെ ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കിയിട്ട് നേരെ കൊണ്ടുപോയി കനാലിലേക്ക് വണ്ടി മറിഞ്ഞത്. ഓ, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ വണ്ടി എടുത്ത് പോകുമ്പോൾ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാവുക, പ്രത്യേകിച്ച് രാത്രി. ഇവിടെ ഈ ഒരു ഗേറ്റ് അടിച്ചിട്ടാണ് ഉള്ളത്, ഈ ഒരു ലോക്കോമോട്ടീവ് പോകാൻ വേണ്ടിയിട്ട്. ടാറ്റാ നഗർ, ഇതെനിക്ക് തോന്നുന്നു ആ ഒരു ഇതിൽ വന്ന ഒരു ലോക്കോമോട്ടീവ് ആയിരിക്കാം, നമ്മളെ ധൻബാദ് ആലപ്പുഴയിൽ വന്ന. കറക്റ്റ് അവിടെ കൊണ്ട് നിർത്തി നോക്കിയേ, എന്താ ടൈമിങ്. നമുക്കിന് നേരെ കൊണ്ട് അങ്ങോട്ടാണ് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഇവിടുന്ന് വണ്ടിയില്ല. അപ്പോൾ ഈ ഒരു വണ്ടി വരുന്നുണ്ട്. കറക്റ്റ് ആടെന്നെ കൊണ്ട് നിർത്തിയില്ലേ? ഇനി ഇപ്പോഴേ ഒരു ഗേറ്റ് തുറക്കാൻ തോന്നില്ല. അത് ഓഫായി, ലോക്കോമോട്ടീവ് അവിടെ ഓഫായി. അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു ഇത് മാറ്റി ഇനിയിപ്പോൾ ഇവിടെ ഇതിൻ്റെ കയറി. ഓഹോ, അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. ഇനിയിപ്പോൾ ഇവിടെ നേരെ ഇങ്ങോട്ട് പോകും, റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തോട്ട് തന്നെ പോകും. അവിടുന്ന് വരട്ടെ. അങ്ങനെ അവസാനം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ആലപ്പുഴേൻ്റെ ചെറിയൊരു കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഞങ്ങൾ ബോട്ടിലൊന്നും കയറാനേ പോയിട്ടില്ല. സർക്കാരിൻ്റെ ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട്, അതിൻ്റെ കാഴ്ചകളൊക്കെ വരും ദിവസങ്ങളിൽ വരും. അതെ, അത് ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. നമുക്ക് ബസ്സൊക്കെ അവൈലബിൾ ആണ്, അത് വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്താണ്. ഈ പറഞ്ഞ പോലെ ആലപ്പുഴ ബീച്ചിലൊക്കെ ഞാനും മനു ആദ്യമായിട്ടാണ് പോകുന്നത്. അത് പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴ എന്താ പറയുക, നമ്മുടെ ടൂറിസത്തിൽ ഒരുപാട് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണ്ടേ. എനിക്കൊന്നിപ്പോൾ ബൈപ്പാസിന് പണിയൊക്കെ നടക്കുന്നതുകൊണ്ടും പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്നതാണല്ലോ. നമ്മളെ പിന്നിപ്പോൾ ബോട്ട് ലൈറ്റ് ഹൗസിൻ്റെ മേലെ കയറിയില്ലേ, അവിടെ നിന്ന് എത്ര നമ്മുടെ ഇന്ത്യക്കാരല്ലാത്തവരെ കണ്ടിട്ടുണ്ട്. കൂടുതലും വിദേശികൾ തന്നെയാണ് ആലപ്പുഴ വരുന്നത്. അപ്പം അതായത് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അത്രമാത്രമുണ്ട്. പിന്നെ നമ്മളും ലൈറ്റ് ഹൗസ് ഒക്കെ കയറി കണ്ടു. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ആലപ്പുഴ എത്തിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ എന്താ പറയുക സ്റ്റേൻ്റെ ഒക്കെയാണ് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. അത് ഇവിടെ മാത്രമല്ല നിങ്ങൾ സ്റ്റേ എടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ സ്റ്റേ, നിങ്ങളുടെ പ്രൈസിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഒതുങ്ങുന്ന ഒരുപാട് സ്റ്റേകൾ ആലപ്പുഴേൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഞങ്ങൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ നമുക്ക് സ്റ്റേ ആകുന്ന കരുതിയോണ്ടാണ് ഇവിടെ തന്നെ എടുത്തത്. ഞങ്ങൾ റിട്ടയർ റൂമാണ് കാണിക്കാൻ വേണ്ടിയിട്ട് നിന്നത്, പക്ഷെ അവിടെ റൂം കിട്ടിയില്ല. ഓഫ്ലൈനാണ് ഉള്ളത്, ഇപ്പം നിലവിൽ ഓൺലൈൻ വന്നിട്ടില്ല. ഓഫ്ലൈൻ തന്നെ അത് ഫുള്ളായി പോയി, അതുകൊണ്ടാണ്. തീർച്ചയായും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.